ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ബിൻചാൻ പുറത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് ഫിഷ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ ഫിഷ് വാങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് ഫ്രീസറിൽ ഫിഷ് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളി ഇത് ശ്രദ്ധിച്ചും കാണത്തില്ല. അപ്പോൾ ഞാൻ ഇന്നത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് ഐസ് മാറാൻ വേണ്ടി വെച്ച് ഐസ് മാറി കവർ തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്നല്ലേ, ഇത് തന്നെയാണ് മെയിൻ കാരണം. ഇതാണ് നമ്മുടെ പരിഞ്ഞിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പരിഞ്ഞിൽ എന്നാണ് പറയുന്നത്. ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു ഐറ്റമാണിത്. ഫിഷ് എഗ്ഗാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉള്ളൊരു പരിഞ്ഞിലപ്പമാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. ഇത് കണ്ടിട്ട് യക്ക് ഫീലിംഗ് ഉള്ളവരൊന്നും ഇതിന് മുമ്പോട്ട് കാണണ്ട. ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു ഐറ്റമാണ്. ഇത് കാണാൻ മനസ്സിന് ത്രാണിയുള്ളവർ മാത്രം കണ്ടാൽ മതി. സോ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിഞ്ഞിലപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഐറ്റം വാഴയിലയാണ്. അത് നമ്മുടെ ഇവിടെ കിട്ടാനില്ല. ഉണ്ടായിരുന്നേ പൊളിച്ചേനെ. പക്ഷേ വാഴയില ഇല്ലെങ്കിൽ എന്താ, നമ്മളെ കൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ആക്കും. അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ചെയ്ത് ഇതിൻ്റെ അല്ലാതെ ഔട്ടറിലുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഔട്ടറിലെ ഈ പാടയില്ലേ അത് മാറ്റണം. ഞാനത് മാറ്റിയിട്ട് വേഗം വരാം. സോ നമ്മുടെ പരിഞ്ഞിലപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് ഷാലഡ്സ്, അല്ലാതെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ പരിഞ്ഞിൽ നമ്മൾ നന്നാക്കി വെച്ചത്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ചിലർക്ക് അത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് കാണിക്കണം വേണ്ടുന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുഴപ്പമില്ല, സാധനം അതാണല്ലോ മെയിൻ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. പക്ഷേ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പരിഞ്ഞിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഔട്ടർ ലെയർ മൊത്തം കളഞ്ഞിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ ലെയർ കളയുന്നതിന് മുമ്പായിട്ട് നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തെ പാട കളയുക. ആ പുറത്തെ പാട ഫുള്ള് കളയണം. പാടയും വേനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അകത്തെ മാത്രം എടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് ആഡ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ മൂന്ന് വശം ഇത് വെച്ചൊന്ന് കവർ ചെയ്യാം. ഇനി കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. എല്ലാ സാധനങ്ങളും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് മിക്സ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഒരുപാട് സാധനങ്ങളില്ലേ എന്ന്. ഈ പരിഞ്ഞിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ആ സാധനത്തെ ഒന്ന് പൊലിപ്പിക്കുന്നത് ഇതുപോലെ നമ്മൾ അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ കുറച്ച് ഏറെ വെച്ചോളൂ, കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇനി അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. മൊത്തം വേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുകൂടാതെ അതിനകത്ത് നമ്മൾ വേറെ ചേർക്കുന്ന സാധനമാണ് മഞ്ഞൾപ്പൊടി. ഞാൻ ഈ മീൻ, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ചേർക്കുന്നൊരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി, ടോമറിക് പൗഡർ. അതെന്തായാലും ആഡ് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നുള്ള് കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം, ആ ഒരു ഉളുമ്പ് മണമൊന്നും വരാതിരിക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു. ഇപ്പം ഞാനിത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. ഈ മുളകും ഉപ്പും കരിവേപ്പിലയുടെ ഫ്ലേവറും ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് ചുടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇപ്പം നമ്മുടെ തവ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൈ വെച്ചാണ്. കൈ ഞാൻ നന്നായിട്ട് കഴുകിയതാണ്. അപ്പോൾ കൈ വെച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം ഒരിച്ചിരി യക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ മോനെ ടേസ്റ്റ് വെച്ചിട്ട് ആ യക്കൊക്കെ നിങ്ങൾ മറക്കും. കാരണം മമ്മിമാർ വീട്ടിലുണ്ടാക്കി തരുന്നത് കഴിച്ചിട്ടല്ല ഉള്ളൂ. അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടാണ്. കുഞ്ഞായിരുന്നപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഒക്കെ മമ്മി ഉണ്ടാക്കി വെക്കുന്നൊരു സാധനമാണ്. എപ്പോൾ കിട്ടിയാലും ഉണ്ടാക്കി തരും. പരിഞ്ഞിലപ്പം, പരിഞ്ഞിൽ വറുത്തതും. പരിഞ്ഞിലപ്പം
വാഴയിലായിരുന്നെ സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വാഴയിലായിരുന്നെ പൊളിച്ചേനെ. അപ്പോൾ തവ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി ഒരു സൈഡ് വേവണം. നമുക്ക് ഇതൊരു സൈഡ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ ആവിയിലും കൂടി ഇരുന്ന് അത് നന്നായിട്ട് വേകും. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി വെക്കണേ. അത് ചൂടാവുന്നുണ്ടെന്നുള്ളത് ഈ കളർ മാറുന്നില്ലേ, അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സൈഡ് വെന്തിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു. നമുക്കിപ്പോൾ ഇത് വെന്തോ നോക്കാം. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. നന്നായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്ക് അടിവശമൊന്ന് വിരിയിച്ച് നോക്കാം. അപ്പോൾ അത് വിട്ട് വരുന്നുണ്ട്. എല്ലാ സൈഡും ആദ്യം ഒന്ന് വിരിയിച്ച് കൊടുക്കണം. തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് അത് ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ആക്കട്ടെ. ഒരു കൈ കൊണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് വെന്തോട്ടെ. സോ ഞാൻ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഒരു പീസ് കറക്റ്റ് വട്ടത്തിലൊന്നും കിട്ടിയില്ല. എന്തായാലും വട്ടത്തിൽ തന്നെ അല്ല നമ്മൾ കഴിക്കുന്നത്, മുറിച്ചല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പഴയ ഓർമ്മകളെല്ലാം നമുക്ക് വരും. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്പെഷ്യലായിട്ട് മമ്മി, അപ്പം വീട്ടിലൊക്കെ ഒരു മണം ഉണ്ടാവും കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ മീൻ മുട്ട പൊരിഞ്ഞതിൻ്റെ മണം അപ്പം തന്നെ അറിയാം സാധനം നമ്മുടെ അടുക്കളയിലുണ്ടെന്ന്. എന്നിട്ട് കുളിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് മമ്മി ഇത് തരും ചോറിൻ്റെ ഒപ്പം. എന്നാ ടേസ്റ്റാണെന്നറിയോ. ഈ ലോകം മുഴുവൻ കൈയടക്കിയ പോലെ ഒരു ഫീലാണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ആരുടെയൊക്കെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ പഴയ സ്കൂൾ കാലം കടന്നു വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. സോ ലവ് യു ഓൾ. സീ യു ലേറ്റർ.